ഹലോ ചേട്ടാ, ഇല്ലടാ അതിന് ബഡ്ജറ്റ് ഇല്ലടാ. ഇവിടെ ഇത് കൊള്ളാവിടെ, പക്ഷെ ബഡ്ജറ്റ് ഇല്ല, എന്ത് ചെയ്യാൻ? ഇത് കൊള്ളാല്ലേ? വീട് പണിയുടെ അവസാന ഘട്ടമാകുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ആഗ്രഹിച്ച ഒന്നും വാങ്ങാൻ പറ്റില്ല അല്ലേ? എടാ ബഡ്ജറ്റ് ഇല്ലെന്നല്ലേ പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന എവിടെയായിരിക്കും? TV കാണാനും കുട്ടികളുമായിട്ട് നമ്മൾ ഇടികൂടി മറിയാനും ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം നമ്മുടെ ലിവിംഗ് റൂമാണ്. നിങ്ങൾ ഇതിനു മുമ്പ് സോഫാസ് എവിടെ നോക്കിയായിരുന്നോ? റെഫറൻസ് എവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു? ആരോടാ ഈ ചോദ്യം ചോദിച്ചെന്ന് വിചാരിച്ച് ചേട്ടൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. പിന്നെ കംഫർട്ടബിൾ ആണ്, പക്ഷെ ഇതൊരു എൽ ഷേപ്പാണ്. നമ്മൾ എൽ ഷേപ്പ് അല്ല നോക്കുന്നത്. എന്തായാലും ജന്മത്ത് താനുള്ള സ്ഥലത്ത് ഇടാൻ പറ്റില്ല. താൻ എങ്ങനെ ഇരിക്കുന്ന സോഫയിൽ ഇങ്ങനെ ഇരിക്കുമോ? ഞാൻ ഇന്നേ വരെ കണ്ടില്ല. ഈ കാലെടുത്ത് വീണ്ടും ചവിട്ടി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ ഇതിടും? ഫാബ്രിക് ക്ലോത്ത് ടൈപ്പാണ്, അഴുക്ക് പെട്ടെന്ന് പറ്റും. അത് കുറച്ച് ഭയങ്കര സ്ലോപ്പായി പോയി. ഈ വിടുത്ത് കൂടിപ്പോയി. ലെഗിന് സപ്പോർട്ട് കുറവാണ്. എന്ത് ചെയ്യും മല്ലയ്യ? ബാക്ക് സപ്പോർട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കും നമ്മളെ. ഇതും പറ്റില്ല. ഞങ്ങളുടെ ലിവിംഗ് റൂമിലെ സോഫ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇത് കല്ലമ്പലത്തുള്ള ഡിമോസ് ഫർണിച്ചറാണ്. ഇവിടെ ഓഫറിനെ കൊന്ന ഓഫറുണ്ട്. അപ് ടു 55% വരെയാണ് ഓഫർ ഉള്ളത്. ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരുപാട് സന്തോഷത്തിലാണ്. വീടിന്റെ ഹൃദയമാണ് സെലക്ട് ആയി കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ ഒരു സെലക്ഷൻ നമ്മൾ നടത്തിയെന്ന് കാണിച്ചു തരാം. ഏതാണ് സെലക്ട് ചെയ്തതെന്ന് കാണിച്ചു തരാം. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ 2-3 ഷോപ്സ് നോക്കിയായിരുന്നു. അപ്പോൾ അത് ഈ നിറമുണ്ടെങ്കിൽ ഗുണമില്ല, ഗുണമുണ്ടെങ്കിൽ കടുപ്പമില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഹായ് സഫൻ. സഫൻ, 3+1+1 ഇടാനുള്ളൊരു സ്പേസ് ഉണ്ട്. 3+2 കൊടുത്താൽ മതി. കുറച്ച് ബഡ്ജറ്റഡ് ആയിരിക്കും. 5 സീറ്റർ സീറ്റ് കിട്ടുകയും ചെയ്യും. മറ്റേ കുറച്ചുകൂടി സ്പേസ് ഓക്യുപ്പൈ, കൂടുതൽ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. കിട്ടി അങ്ങനെ പറയാൻ പറ്റില്ല. നോക്കട്ടെ, അളന്ന് നോക്കട്ടെ. ഇനി ഈ 36, 5, 3, 8 അവിടെ 7 അല്ലേ ഉള്ളൂ അല്ലേ? 19 സീറ്റൊക്കെ നമുക്കവിടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ സിംഗിൾ എടുക്കേണ്ടി വരും. ഒരു വണ്ടിയും കൂടി ഇട്ടിരുന്നെങ്കിൽ സൊല്യൂഷൻ കാണും അതിന്. കുണ്ടിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 51 അല്ല 50 ഇഞ്ചിലും നിൽക്കും. 3 സീറ്റ് നല്ല കംഫർട്ടുള്ള ബൾക്കായിട്ട് എടുത്തോ. 2 സിംഗിൾ ഇൻഡിവിജ്വൽ ചെയർ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചിന്തിക്കാവുന്ന കാര്യമാണ്. ഈ ടൈപ്പ് സിംഗിൾ സീറ്റ് ഇത് മതിയോ? ഇനി നമുക്ക് ഇതിന്റെ ഓഫറുകളെ കുറിച്ച് സംസാരിക്കാം. എത്രയാണ് വില? ഫൈനലി അത് സെലക്ട് ആയി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കളർ കുറച്ച് കസ്റ്റമൈസ് ചെയ്യണം. നല്ല രസമാണ്. ഇത് ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രീനും യെല്ലോയും കോമ്പിനേഷനിൽ ഇട്ടിരിക്കുന്ന സോഫാസ് ഭയങ്കര രസമായിരിക്കും ഇട്ട് വരുമ്പോൾ കാണാൻ. നമ്മളപ്പോൾ നമ്മുടെ ആർക്കിടെക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞത് യെസ് എന്നാണ്. ഗുഡ് ചോയ്സ് എന്ന് പറഞ്ഞടാ. സാധാരണ പുള്ളി അങ്ങനെ പറയാറേ ഇല്ല. തിരക്കിൽ വല്ലതും ആണോന്ന് അറിയില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞാണോന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഹാർട്ട് അടിക്കാറില്ല. നോക്കി ഹാർട്ട് തന്നു. ഹാർട്ട് എന്റെ നല്ല ചോയ്സിന് പുള്ളി ഹാർട്ട് അടിക്കാറുണ്ട്. നീ അയച്ചു കൊടുക്കുന്ന ചില ചപ്പടാഞ്ചി സാധനങ്ങൾക്ക് മാത്രം പുള്ളി ഒന്നും പറയാറില്ല. അടിപൊളി. അപ്പൊ ഒരുപാട് അലഞ്ഞു നടന്നെങ്കിൽ എന്താ, മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ ഒരു സോഫയും റിക്ലൈനറും അതും ഇഷ്ടമുള്ള നിറത്തിൽ വാങ്ങാൻ പറ്റിയില്ലേ? എനിക്ക് ഗിഫ്റ്റിംഗ് വലിയ ഇഷ്ടമാണ്. ജിനോയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് ഈ റിക്ലൈനർ. ഇഷ്ടമായോ? നമ്മുടെ വീടിന് മൊത്തത്തിലൊരു ഗ്രീൻ തീമാണ്. അതുമായി ബന്ധപ്പെട്ട കോമ്പിനേഷൻസ് ആണ് പല സാധനങ്ങളും നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ചെയറിന് എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ചെയ്ത കസ്റ്റമൈസേഷൻ ഏത് നിറത്തിലാണ് എന്നുള്ളത് കണ്ടു തന്നെ മനസ്സിലാക്കും. വിഷു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നത് കൊണ്ട് മൊത്തത്തിൽ ഹാപ്പിയാണ്. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ 1000-ൽ പരം പുതിയ ഡിസൈനുകളിൽ 55% വരെയുള്ള വിഷു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കും ഫർണിച്ചറുകൾ വാങ്ങാം. 2 ഡോർ അലമാര 6900, 3 ഡോർ അലമാരയ്ക്ക് 9900, കോർണർ സോഫ വിത്ത് 5 ഇയർ വാറണ്ടി 11,000 രൂപയ്ക്ക്. ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 17,900 ആണ്. 6 സീറ്ററിന്റെ വുഡൻ മാർബിൾ ടോപ്പ് ഡൈനിങ് സെറ്റിന് 32,900 രൂപ മാത്രം. ഒരു ഫുൾ ഹോം സെറ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 44,000 രൂപയ്ക്ക് വാങ്ങാം. വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാനുള്ള അവസരവും ഉണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള പഴയ ഫർണിച്ചർ ഡിമോസുമായി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഫർണിച്ചർ കിട്ടുക മാത്രമല്ല, നിങ്ങൾ നൽകിയ ആ പഴയ ഫർണിച്ചർ ഡിമോസിന്റെ ഫാക്ടറിയിൽ കൊണ്ടുപോയി നന്നാക്കി അർഹതപ്പെട്ട ഒരാൾക്ക് നിങ്ങളുടെ പേരിൽ സൗജന്യമായി നൽകും. 17,900 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബെഡ്റൂം സെറ്റിന്റെ ബഡ്ജറ്റ് ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിവരുടെ ഒരു വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നി. വിഷു സ്പെഷ്യൽ ഫിനാൻസും ഉണ്ട്. അതായത് വിഷു ഓഫറുമായി ബന്ധപ്പെട്ട ഡിമോസ് ഫർണിച്ചറിന്റെ എല്ലാ ബ്രാഞ്ചിലും 0% ഡൗൺ പേയ്മെന്റിലും 0% ഇൻട്രസ്റ്റിലും ഫിനാൻസ് ഫെസിലിറ്റി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഈ ഓഫറുകളെല്ലാം ഡിമോസ് ഫർണിച്ചറിന്റെ എല്ലാ ബ്രാഞ്ചിലും അവൈലബിൾ ആണ്. ഇത്രയും പർച്ചേസ് ഇവിടെ നടക്കുന്നുണ്ടെന്നും ഇത്ര അധികം ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ടെന്നും ഇവിടെ വരുന്നത് വരെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സെലക്ട് ചെയ്ത സോഫ എന്റെ ഇഷ്ട നിറത്തിന് കസ്റ്റമൈസ് ചെയ്ത് കൃത്യം സമയത്ത് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോഫ വാങ്ങാമെന്ന് റിക്ലൈനറും കൂടെ പർച്ചേസ് ചെയ്ത് ഇവിടുന്ന് ബൈ പറയുകയാണ്. ഡിമോസ് ഫർണിച്ചർ. താങ്ക് യു. ബൈ.